മക്കളെ, നമുക്ക് എക്സാമിനേഷനൊക്കെ വന്നാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ടൈപ്പ് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു വളരെ ഈസി ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വന്നാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഇൻ ദ പിക്ചർ? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? ചിത്രത്തിലെ സമചതുരത്തിന്റെ ഏരിയ എത്രയാണ്? ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ചിത്രം അവർ തന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു സ്ക്വയർ ആണ്, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അവരെന്തൊക്കെ ഐഡിയ നമുക്ക് തന്നിട്ടുണ്ട്? ആ സ്ക്വയറിൻ്റെ സൈഡിൽ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് വെച്ച് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, റൈറ്റ് ട്രയാങ്കിൾ വെച്ച് നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം. നമുക്കറിയാം, ഇന്ന റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അതായത് 3.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. ദെയർഫോർ എക്സ് സ്ക്വയർ നമുക്ക് കിട്ടും. നമുക്ക് എക്സ് സ്ക്വയർ എങ്ങനെ കിട്ടും? ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആണ്. ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി സാർ പറഞ്ഞുതരാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം വന്നാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ആ ഫോമിലേ ചെയ്യാവുള്ളൂ. 3.5 മൈനസ് 1.5 എന്ന് പറയുമ്പോൾ 2 വരും. ഇനി 3.5 പ്ലസ് 1.5 എന്ന് പറയുമ്പോൾ 5 വരും. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ 3.5ന്റെ സ്ക്വയർ എടുത്തിട്ട് 1.5ന്റെ സ്ക്വയർ എടുത്തിട്ട് ഡിഫറൻസ് കാണാൻ ഒത്തിരി സമയമെടുക്കും. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ 10 കിട്ടിയതുകൊണ്ട് എക്സ് എന്ന് പറയുമ്പോൾ √10. അപ്പം നമുക്ക് എക്സിന്റെ വാല്യൂ √10 എന്ന് കിട്ടി. നമ്മളോട് അവർ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഈ സ്ക്വയറിന്റെ ഏരിയ കാണണം. നമുക്കറിയാം, ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് സ്ക്വയർ ആണ്. അപ്പം ഏരിയ ഓഫ് ദി സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ, അതായത് 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എക്സിന്റെ വാല്യൂ √10 ആണ്. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി അവർ വേറെന്താ പറഞ്ഞേക്കണേ? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? അല്ലെങ്കിൽ ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കുക. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. കാരണം വശം എന്ന് പറയുന്നത് എല്ലാ സൈഡുകളും നമുക്ക് എക്സ് ആണ്, √10 ആണ്. അപ്പം നമുക്ക് പറയാം ലെങ്ത് ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു √10 സെന്റിമീറ്റർ.